ഹലോ ഹായ് എവ്രി വൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവർക്ക് ഇന്നിപ്പോൾ എൻ്റെ ഒരു OPD ആയിരുന്നു. ഞാനൊരു ഫിസിഷ്യനാണ്. അപ്പോൾ നമ്മുടെ OPയിൽ ഏകദേശം ഒരു ദിവസം ഒരു 300ഓളം ടോക്കൺ പോകും. അതായത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കാര്യമാണ് പറയുന്നത്. അതായത് ഫിസിഷ്യൻ കൺസൾട്ടേഷന് വേണ്ടി മാത്രം, ജനറൽ മെഡിസിൻ്റെ OPയിൽ മാത്രമായിട്ട് ഏകദേശം ഒരു 300 OPD ഗ്രൂപ്പ്. മിക്കതും കണ്ടുവരുന്നത് നമുക്ക് NCD പേഷ്യൻസ് ആണ്. അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമ്മുടെ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയും. അതായത് നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയ്ഡ് അങ്ങനെയുള്ള അസുഖക്കാരാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ വരുന്നത് നമ്മൾ ഈ ഷുഗറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മിക്കവരും ലാസ്റ്റ് 1 മന്തിൽ ഷുഗർ കൺട്രോൾഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള ഷുഗർ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരുടെ മെയിൻ വരുന്നതെന്ന് വെച്ചാൽ ഒരു മാസത്തേക്കുള്ള മരുന്ന്, അടുത്ത ഒരു മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ചിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ അവർക്ക് മെഡിസിൻസ് മതി. മെഡിസിൻസ് ഒരു മാസത്തേക്കിനെ കണ്ട് അവർക്ക് എഴുതി പോകണം, അതാണ്. പക്ഷേ അങ്ങനെ ചുമ്മാ മരുന്ന് മാത്രം വാങ്ങാൻ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ മെയിനായിട്ടുള്ള അസുഖങ്ങൾ കാണിക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പം വിട്ടുമാറാത്ത പനി, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ വേറെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ, അല്ല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉള്ളവർ വരുമ്പോൾ നമുക്ക് അവരെ കൂടുതൽ പരിശോധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം നമുക്കൊരു OPയിൽ നമ്മൾ ഒരു 60 പേഷ്യൻറ്റിന് ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ മേജർ അസുഖങ്ങളുള്ള രോഗികൾക്ക് അത് നല്ല ബുദ്ധിമുട്ടാണ്. അവരുടെ കെയർ കുറയാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം ഇത്രയും ലോഡ് പേഷ്യൻസ്, ഇത്രയും നമ്മൾ വെയിറ്റിംഗ് ആണ്, ക്യൂല് വെയിറ്റിംഗ് ആണ്, അവർ പ്രായമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്ക് ഈ NCD ക്ലിനിക്ക് എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവ് നമ്മുടെ സർക്കാരായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പണ്ടേ തൊട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കൊരു 3 ടയർ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് ബേസിക്കായിട്ട് ഒരു പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുണ്ട്. അതിനൊരു സബ് സെൻറ്റർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ് നമ്മുടെ താലൂക്ക് ലെവലിൽ വരുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെയാണ് നമുക്ക് മെഡിക്കൽ കോളേജ് വരുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ബേസിക്കായിട്ട് പ്രൈമറി കെയർ തരാനായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ആശാ വർക്കറും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കൺട്രോൾഡ് ഷുഗർ, കൺട്രോൾഡ് BP, കൺട്രോൾഡ് കൊളസ്ട്രോള്, ഇങ്ങനെയൊക്കെ എല്ലാം കൺട്രോൾഡ് ആയിട്ടുള്ള അവസ്ഥയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ 1 മന്ത് നിങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ ഓഫ് മെഡിക്കേഷൻസ് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ആശാ വർക്കറിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ആക്ച്വലി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും മെഡിക്കേഷൻസ് അവിടുന്ന് വാങ്ങാം. അവിടുന്ന് ചുമ്മാ അവിടുന്ന് സിസ്റ്റർമാർ എഴുതി തരുമല്ല ചെയ്യുന്നത്. നിങ്ങൾ അവിടെ പോയി അവിടെ നമ്മുടെ NHMൻ്റെ അണ്ടറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് PSC വഴി എടുത്ത അസിസ്റ്റന്റ് സർജൻസ്, മെഡിക്കൽ ഓഫീസേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. അവരാണ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അവർ ബേസിക് ആയിട്ടുള്ള BP, ബാക്കി ഷുഗർ, പ്രഷർ, അവിടെ നിന്നും നിങ്ങൾക്ക് ലാബുകൾ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പലർക്കും ഈ കാര്യം അറിയുന്നില്ല, അതാണ് മേജർ പ്രശ്നം. ഇപ്പോൾ എന്തെങ്കിലും ആ വാല്യൂസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂടുതലോ അല്ലെങ്കിൽ നല്ല കുറവൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മെഡിക്കൽ കോളേജിലോട്ട് വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പേഷ്യൻ്റെ എണ്ണം നമുക്കും കുറച്ച് കുറവായിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കുറച്ച് കൺട്രോൾഡായി പോയ ഷുഗർ, എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കൂടി അല്ലെങ്കിൽ പെട്ടെന്ന് കുറഞ്ഞു, അങ്ങനെ നമുക്ക് അവരോട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക്. അത് ഞങ്ങളേലും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പേഷ്യൻസിനാണ്, ഡെഫിനറ്റ്ലി പേഷ്യൻസിനാണ്. കാരണം അവരുടെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ അസുഖം ഉണ്ടായത്, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അതുകൊണ്ട് നമ്മുടെ കുറച്ച് അത്യാവശ്യം വെല്ലായിട്ടുള്ളവർ പോകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം അവർക്ക് അവിടെ കുറച്ചും കൂടെ ടൈം ഡോക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവർ കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിരിക്കും അവരുടെ കോമ്പോട്ടീസ് എല്ലാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, അറിഞ്ഞിരിക്കുക എല്ലാവരും. നമുക്ക് ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല ഉള്ളത്, നമുക്കതിന് താഴെയായിട്ട് ഇതുപോലെ
നമ്മളുടെ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഈ നമ്മുടെ ജിറിയാട്രിക് ഏജ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കുറേ ഇനിഷ്യേറ്റീവ്സ് പണ്ട് തൊട്ടേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതറിയാത്ത പലരും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇന്നിപ്പം എൻ്റെ ഇടയ്ക്കിൽ ഒരു അപ്പച്ചൻ വന്നു. ഞാനാണെങ്കിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടുത്തുള്ള ആശുപത്രി രജിസ്റ്റർ ചെയ്തിട്ടാൽ ഇത്രയും ദൂരം വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ ആശാ വർക്കറിനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം അവരെന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പിയായി. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവർ പ്രവർത്തിക്കുന്നുണ്ട്. പലർക്കും ഇത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളും അറിഞ്ഞിരിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മാസം അവരുടെ ഫോളോ അപ്പ് ചെയ്തിട്ട് അവർ പറയുകയാണ്, അവിടുത്തെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രി തന്നെ ഇനി കണ്ടിന്യൂ ചെയ്താൽ മതി മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം, നിങ്ങളുടെ ആശാ വർക്കറിനെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, താലൂക്ക് ആശുപത്രി ഏതാണെന്ന് അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ ബാക്കി തുടർച്ചയായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടരാവുന്നതാണ്. വേറെ എന്ത് ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് മെഡിക്കൽ കോളേജിലോട്ട് തിരിച്ചു വരാമെന്ന് അവിടുത്തെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാവുന്നതുമാണ്. താങ്ക് യു, ബൈ.